പകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന് സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാ, നിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാദിക്കും ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹവരാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. പുരുവത്സലരാം സ്ലീഹരുമൊരു പോൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവിതായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും
നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞുപോയ ഞങ്ങളുടെ അമ്മച്ചിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമയങ്ങളിൽ നീ മഹത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതും അത്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തങ്ങളുടെ അമ്മച്ചിയുടെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന ലീലാമ്മ ചേച്ചി, സോഫി സിസ്റ്റർ, ജോണി ചേട്ടായി, രാജു ചേട്ടായി, നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർട്ടിയസ്റ്റ് കണ്ടോളൻസസ് അറിയിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലത്തോളം ചെറുത്തറ കുടുംബത്തിന് ഏലിക്കുട്ടി ചേച്ചിയും തൊമ്മൻ ചേട്ടനും കുന്നപ്പള്ളിൽ കുടുംബവുമായിട്ട് അഭേദ്യമായ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു. കാരണം ഒരു അടുപ്പിലെ 4 കല്ലുകൾ പോലെയാണ് ഞങ്ങൾ ഈ അയൽപക്കത്ത് അന്ന് ജീവിച്ചിരുന്നത്. ഏലിക്കുട്ടി ചേച്ചിയും അതുപോലെ നന്ദികുന്നയിലെ അന്നമ്മ ചേച്ചിയും പ്ലാച്ചേരിപ്പുറത്തെ അന്നമ്മ ചേച്ചിയും ഞങ്ങളുടെ അമ്മച്ചിയും ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ പരസ്പരം പങ്കു ചെയ്തുകൊണ്ടാണ് അവർ അക്കാലത്ത് ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ച് ദാരിദ്ര്യത്തിലും പരസ്പരം സഹായിച്ചും അതുപോലെ വീടുകളിലെ ഏത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സന്തോഷത്തോടെ, അതുപോലെ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കിയുമൊക്കെയാണ് അന്ന് ഇവരൊക്കെ ജീവിച്ചിരുന്നത്. എലിക്കുട്ടി ചേച്ചിയുടെ മുഖം പഴയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ മുഖമാണ് മനസ്സിലേക്ക് ഓടിയെത്തുക. അതുപോലെ സിസ്റ്റർ സോഫിയുമായിട്ട് അമ്മച്ചിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ പലപ്പോഴും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വൈദികനെയും ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ അവരുടെ മാതാപിതാക്കളാണ്. ഇന്ന് പ്രിയപ്പെട്ട അമ്മച്ചി നിങ്ങളോട് വിറ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിഷമത്തിൻ്റെ ഒരു സംഗതിയാണ്. എന്നിരുന്നാൽ തന്നെയും അമ്മച്ചി ജീവിച്ചിരുന്ന കാലത്ത് നമുക്കൊരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒത്തിരി നല്ല ഓർമ്മകൾ നമുക്ക് തന്നിട്ടാണ് അമ്മച്ചി പോവുക. ഇനി മക്കളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല ഓർമ്മകൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ മക്കളുമായിട്ട് അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മകളിലൂടെ, നിങ്ങളുടെ സംസാരത്തിലൂടെ, നിങ്ങളുടെ ജീവിത മാതൃകയിലൂടെ അമ്മച്ചി തുടർന്നും ജീവിക്കുന്നു. കാരണം ഭൗതികമായിട്ട് മാത്രമാണ് അമ്മച്ചി നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോവുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സിസ്റ്റർ സോഫിയോടും അതുപോലെ തന്നെ ലീലാമ്മ ചേച്ചിയോടും ജോണിച്ചേട്ടായോടും രാജുചേട്ടൻ്റെ കുടുംബത്തോടും കൂടി എന്നും ഉണ്ടാകും.
അമ്മച്ചി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം വഴി, നമ്മുടെ പ്രാർത്ഥനയിലൂടെയും, നമ്മുടെ നല്ല നല്ല ഓർമ്മയിലൂടെയും അമ്മച്ചി എന്നും ഒരു വളരെ ആക്റ്റീവായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഏറ്റവും പ്രാർത്ഥന നിർഭരവും അതുപോലെ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളുടെ കുടുംബത്തെ അറിയിക്കുകയാണ്. സ്വർഗകവാടം തുറക്കൂ നാഥാ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥാ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണി നാഥാ, നിന്റെ കാരുണ്യം അളവറ്റതല്ലോ. സർവം പൊറുക്കണി നാഥാ, നിന്റെ കാരുണ്യം അളവറ്റതല്ലോ. സ്വർഗകവാടം തുറക്കൂ നാഥാ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നീരായരുൾ ചെയ്ത നാഥാ, മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നീരായരുൾ ചെയ്ത നാഥാ, നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. സ്വർഗകവാടം തുറക്കൂ
ദാസിയെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. പോകും നീ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തും നീ ഞാനിൻ നാഥന്റെ ചാരി പെറ്റിനോ പമുടന്നിടാൻ. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനും സ്വന്ത ദേശത്തു പോകുമ്പോൾ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകും നീ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തും നീ ഞാനിൻ നാഥന്റെ ചാരി പിറ്റേന്നോ പമുടർന്നിടാൻ. സ്നേഹമുള്ളവരെ, പുന്നത്തറ ഇടവകയിലെ സമർപ്പിതരുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട സിസ്റ്റർ സോഫിയെയും സഹോദരങ്ങളെയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മരിച്ചവരർപ്പിക്കുന്നവനെ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങേ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങേ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങേ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ അങ്ങയുടെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൽ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാനവരെന്നോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായും മൃതനാം എന്നിൽ കനിയേണം.
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാ നിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധികം പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തൃത്വത്തിനെതിരെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥാ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥാ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥാ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നങ്ങേ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസ്നർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിനത്തിൽ നിന്റെ പ്രിയപ്പെട്ട ഈ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കർത്താവും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായെ അങ്ങയുടെ
കുരിശിൻ്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വനമേഘങ്ങൾ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജീകൃതമായിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങേ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദേഹമിന്നോര വസ്ത്രമൂരിഞ്ഞ ആരടി മണ്ണിലാഴ്കവേ ലോകമിന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോയി ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകും നീ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തും നീ ഞാനിൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പമുണർന്നിടാൻ കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനിൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചിന്നിതാ പോകും നീ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തും നീ ഞാനിൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പമുണർന്നിടാൻ സ്വർഗരാജ്യത്ത് ചെന്ന് നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലത്തില്ലുമേ എത്തി ഞാനെത്തി സന്നിധി ഇത്ര നാൾ കാത്ത സന്നിധി പോകും നീ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തും നീ ഞാനിൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പമുണർന്നിടാൻ കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനിൻ സ്വന്ത ദേശത്തു
ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകും നീ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തും നീ ഞാനെൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പമുണർന്നിടാൻ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെ ഒളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടിങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴും, എവിടെ ഒളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിവൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നൂരം. നാഥാ നിന്നുടെ മാംസനിടങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിലലിവോടു ജന്മം നൽകി. മത്തിനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽപ്പോ, കൂട് തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴിക്കടക്കും വർത്തകരെ പോ, ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും, മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചേരികൾ തൂക്കിയളക്കും നേരം, ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായിൽ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ
വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അടയാൻ വരമരുളീടും. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്തനിയായും കൂട്ടരുമന്നെരിതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നീ അമ്പരവേദിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിലണച്ചരുളേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിത്യമഹോന്നത മംഗളമോടി കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേനി ഞങ്ങൾക്കെല്ലാം. മരിച്ചിരുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ഏലിക്കുട്ടി തോമസ് നന്ദികുന്നേൽ നമ്മിൽ നിന്ന് വിടവാങ്ങുന്ന ശോകസാന്ദ്രമായ ഈ സായാഹ്നത്തിൽ അദ്ദേഹത്തിൻ്റെ സുദീർഘവും സുഹൃതസമ്പന്നവുമായിരുന്ന ആ ജീവിതം നമുക്കെന്നും ഒരു പാഠമാണ്. ഇന്ന് കുന്നപ്പള്ളി മറ്റത്തിൽ കുടുംബവും നന്ദികുന്നേൽ കുടുംബവും അതുപോലെ ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട്. സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികളെല്ലാം ഉണ്ട്. എല്ലാവരും ദുഃഖിതരാണ് ഈ നല്ല അമ്മച്ചിയുടെ വിടവാങ്ങലിൽ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ലീലാമ്മ ചേച്ചി, അതുപോലെ ജോണി, രാജു, സിസ്റ്റർ സോഫി, അതുപോലെ മങ്ങാട്ടുതൊണ്ടത്തിൽ ചാക്കോച്ചൻ, പോളവറായിൽ എൽസമ്മ, ട്രസിലി, വാലിമറ്റത്തിൽ, ഈ കുടുംബങ്ങളെല്ലാം ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ വലിയ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരയെന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിൻ്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ച് എൻ്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.
എൻ്റെ കർത്താവെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൽ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാദിക്കും ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ. പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഗുരുമോഹനമാ പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ ഈ ദിവസത്തിൻ്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ.
ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിൻ്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിൻ്റെ വിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴ്ത്തുവാൻ വേണ്ടി നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇലത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുശ്രൂഷയുടെ ഭവനത്തിലെ ഭാഗങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയമാതാവിൻ്റെ നിര്യാണത്തിൽ ദുഃഖരാതിരിക്കുന്ന പ്രിയമക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും മറ്റു മിത്രാദികൾക്കും ഇടവകയുടെ പേരുള്ള അനുശോചനം അറിയിക്കുകയാണ്. നമുക്ക് പരേതയുടെ ആത്മാവിന് വേണ്ടി ഭവനത്തിലെ പ്രാർത്ഥനകളിലും തുടർന്ന് ദേവാലയത്തിലെ പ്രാർത്ഥനകളിലും ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പനിനീർ വെഞ്ചിരിപ്പ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, അങ്ങയുടെ പാവമോചനത്തിനായി പനിനീരിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിവിധ സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ചന്ദനത്തരികൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പൂർത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുകർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുകർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും
ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എൻ്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമതെത്തി സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മത്യതയേവും സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടിന്നി നിറുത്തണമേ. നല്ലവരുത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേശം. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ മരിച്ചവർ ജീവിച്ചവർക്ക് മുമ്പേ കടന്നു പോകുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാകയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും.
നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടവുമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, ഏറെ ധന്യമായ ഒരു ജീവിതത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം ആദരവോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുക. നവതി പിന്നിട്ട് 100-ന്റെ പടിവാതിക്കൽ എത്തി ദീർഘായുസ്സിൻ്റെ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി ദൈവം തനിക്ക് തന്ന ജീവിതത്തിൻ്റെ നിയോഗങ്ങളൊക്കെയും ഏറെ സന്തോഷത്തോടുകൂടി തന്നെ പൂർത്തീകരിച്ച് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ നാട്ടുകാരൊക്കെയും സ്നേഹത്തോടു കൂടിയിട്ട് താഴ്ത്തുവരയിൽ അമ്മാമ്മ എന്ന് വിളിക്കുന്ന നന്നുകുന്നേൽ ഏലിക്കുട്ടി തോമസ് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. അമ്മാമ്മയുടെ ജീവിതത്തിൻ്റെ വലിയൊരു സവിശേഷത എപ്പോഴും സന്തോഷപ്രകൃതം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ച് എപ്പോഴും വളരെ പ്രസാദാത്മകമായ ശുഭകരമായ കാഴ്ചപ്പാട് സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം തേടി ഒത്തിരിയേറെ അലയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി ദൈവവിശ്വാസം തന്നെയാണ് തൻ്റെ ജീവിതത്തെ എപ്പോഴും ആനന്ദത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ അമ്മയ്ക്ക് കരുത്ത് നൽകിയത്. ആരോഗ്യമുള്ളിടത്തോളം കാലം അമ്മാമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ആരംഭം വിശുദ്ധ കുർബാനയോടുകൂടി തന്നെയായിരുന്നു. ഇവിടുന്ന് പള്ളിയിലേക്ക് പോരുന്ന വഴിക്ക് ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, പോരുന്നില്ലേ, സമയമായി, പെട്ടെന്ന് വാ, കുർബാന കൂടിയിട്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോഴൊക്കെയും കൂടെ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ സ്മരണയായിട്ട് ഹൃദയത്തിലുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ എന്താണ് നാം മനസ്സിലാക്കുക? അത് മറ്റൊന്നുമല്ലല്ലോ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യമാണ് വിശുദ്ധ കുർബാന നമുക്ക് എല്ലാവർക്കും നൽകുക. കൂടെ വസിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എൻ്റെ കർത്താവ്
അകലങ്ങളിലായിരിക്കുന്നവനല്ല, മറിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്നവനാണ് എന്ന വലിയൊരു ബോധ്യം ഈ അമ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ ജീവിതം വളരെ സുന്ദരമായി ലളിതമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെയും ചില പല ഭയാശങ്കകളോ ആകുലതകളോ ഒക്കെ ഉണ്ടായാലും അത് ആത്യന്തികമായിട്ട് ജീവിതത്തെ ഒരിക്കലും പിന്നോട്ടടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം കർത്താവ് ഭാരങ്ങൾ വഹിക്കുന്നവനാണെന്നും തന്നെ പരിപാലിക്കുന്നവനാണെന്നും ഒക്കെയുള്ള ആഴമായ വിശ്വാസമുള്ളപ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് സന്തോഷത്തിൻ്റെ പ്രസന്നമായ ജീവിതശൈലി സ്വീകരിക്കുവാനായിട്ട് സാധിക്കും എന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു ഉദാഹരണവും അടയാളവുമായിട്ട് ഈ അമ്മ നമ്മുടെ മുമ്പിൽ ഇവിടെ ജീവിച്ചു എന്നത് എത്രയോ സത്യകരമായ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതാണ്ടൊരു 90 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ നമുക്കറിയാം. പ്രാരാബ്ധങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അവിടെയെല്ലാം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന ഒരു ആഴമായ ബോധ്യം ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ജീവിതത്തിൽ എപ്പോഴും ശുഭകരമായ നല്ല ബോധ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ആനന്ദത്തിൻ്റെ സാക്ഷിയാകുവാനായിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ കുടുംബജീവിതം എത്രയോ സുന്ദരമായ അനുഭവമാക്കി തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തമ്മനപ്പാപ്പന് 14 വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയിലേക്ക് വിട വാങ്ങി. അപ്പാപ്പൻ തടിയുടെ ബിസിനസ് ആണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ പലപ്പോഴും ഇവിടെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ സായാഹ്നങ്ങളിൽ കൃത്യമായിട്ട് ഭവനത്തിൽ എത്തിച്ചേരും. അപ്പോൾ മക്കളെല്ലാവരും കുടുംബം എല്ലാവരും ഇവിടെയുണ്ട്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ വലിയൊരു സാഹോദര്യത്തിൻ്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നത് അയൽവക്കക്കാർക്കൊക്കെയും വളരെ സ്പഷ്ടമായിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുക, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ആനന്ദത്തിൻ്റെ അനുഭവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരു ജീവിതക്രമം, അത് പരസ്പരം കരുതുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും കൂടെയുണ്ട് എന്ന ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ശുഭകരമായ അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ ജീവിതം ധന്യമാവുകയാണ്. ഈ ഒരു കൂട്ടായ്മയും സ്നേഹവും അതിൻ്റെ അനുഭവവും ഈ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഈ അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ ഈ സ്നേഹത്തിലേക്ക്, അതിൻ്റെ തണലിലേക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് താഴ്ത്തപുരയിലെ അമ്മാമ്മ ഇപ്പോഴും ശ്രദ്ധയും താല്പര്യവും കാണിച്ചിട്ടുണ്ട്. ഈ ഭവനം അത് ആർക്കും ഏത് സമയത്തും കടന്നു വരുവാനായിട്ട് സാധ്യമാകുന്ന സ്വാതന്ത്ര്യമുള്ളൊരു ഭവനമായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇടമുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ആരും അന്യരല്ലായിരുന്നു. ഈ ഭവനത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷങ്ങളിലും ഈ നാട്ടുകാരെയൊക്കെയും സ്നേഹത്തോടു കൂടിയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ കൈമാറുവാനായിട്ടൊക്കെ സാധിച്ചപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ സന്തോഷത്തിൻ്റെ സ്മരണകൾ പ്രദാനം ചെയ്യുന്ന അനുഭവമായിട്ട് നിലനിൽക്കുകയാണ്. ഇന്ന് ഈ അമ്മച്ചി ഈ കുടുംബത്തോട് യാത്ര പറയുമ്പോൾ തീർച്ചയായിട്ടും മക്കൾക്കെല്ലാം ഒത്തിരിയേറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ യാത്രയാക്കുവാനായിട്ട് കഴിയും. കാരണം ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ഈ അമ്മ സ്നേഹം പകർന്നു കൊടുത്തപ്പോൾ, തന്നപ്പോൾ ആ സ്നേഹാനുഭവത്തെ
ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മൂത്ത മകള് ലീലാമ്മ ചേച്ചിക്കാണ് അമ്മച്ചിയെ കൂടുതലായിട്ട് ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചത്. അത് ഏറെ ആത്മാർത്ഥതയോടെ സംതൃപ്തിയോടു കൂടിയിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. അമ്മയുടെ അവസാന ദിനങ്ങളിൽ മരണത്തിൻ്റെ വിളി കേൾക്കുന്ന ആ അവസരങ്ങളിലൊക്കെയും കൂടെയായിരുന്നു കൊണ്ട് ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് ലീലാമ്മ ചേച്ചി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സിസ്റ്റർ സോഫി ഈ അടുത്ത നാളുകളിലാണ് കിടങ്ങൂരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയത്. വിസിറ്റേഷൻ സന്യാസിനി സമൂഹം കുടുംബത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് നൽകിയ വലിയൊരു നന്മയാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം നാളുകളിൽ അമ്മയോടൊപ്പം ആയിരിക്കുവാനായിട്ട്, അമ്മയുടെ സ്നേഹസാന്ത്വനങ്ങൾ അനുഭവിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ജോണി ചേട്ടായും രാജചേട്ടായും ഒക്കെ നമുക്കറിയാം അകലങ്ങളിലാണ്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ഉള്ള അവസ്ഥ സംജാതമാക്കി. പക്ഷെ എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ശരീരങ്ങൾ മാത്രമേ അകലങ്ങളിലായിരുന്നുള്ളൂ എന്ന്. ഹൃദയവും മനസ്സുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം അമ്മ തങ്ങൾക്ക് എല്ലാം ആയിരുന്നു എന്ന് ഈ ചുറ്റുപാടുകളിൽ ജീവിച്ച ഞങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുകയും വളർത്തുകയും ജീവനും ജീവിതവും നൽകിയ അമ്മയുടെ സായാഹ്നങ്ങളിൽ, അമ്മയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അമ്മയ്ക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ, അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് അമ്മയെ യാത്രയാക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വരുത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മയുടെ മരണസമയത്ത് ഈ ശുശ്രൂഷകളിൽ അമ്മയുടെ കൃത്യമായ മനസ്സ് വായിച്ചെടുക്കുവാനായിട്ട് മക്കൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവരാരും ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഭവനം കുറേ നാളുകളായിട്ട് ഇവിടെ വാടകക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾ ഒരു തീരുമാനം എടുക്കുകയാണ്. വാടകക്കാർ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും അമ്മയുടെ അവസാന യാത്ര അമ്മയുടെ ഭവനത്തിൽ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധം അവർ കാണിച്ചു. കാരണം പ്രിയപ്പെട്ട ഈ അമ്മ ജനിച്ചതും ജീവിച്ചതും ഇവിടെ തന്നെ ആയിരുന്നല്ലോ. കുന്നപ്പള്ളി മറ്റത്തിലേക്ക് വിവാഹം ചെയ്തെങ്കിലും അമ്മച്ചി ഇവിടെ മൂത്ത ആളായിരുന്നതുകൊണ്ട് ഇവിടെ താമസിക്കുകയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കാലഘട്ടം മുഴുവനും അമ്മയുടെ സ്നേഹത്തിൻ്റെ നിശ്വാസനങ്ങൾ ഏറ്റുവാങ്ങി ഈ ഭവനം, അത് അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രിയപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ അമ്മയെ ഇവിടുന്ന് യാത്രയാക്കുവാനായിട്ട് മക്കൾക്ക് സാധിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഏറെ സാഫല്യപൂർണമായ, ഏറെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഈ കുടുംബത്തിനും നാട്ടുകാർക്കുമെല്ലാം പ്രദാനം ചെയ്ത ഈ അമ്മയെ മക്കൾ സ്നേഹത്തോടു കൂടിയിട്ട് യാത്രയാക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം, അമ്മയോർത്ത് നന്ദി പറയാം. ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ നന്മകൾ അമ്മ വഴിയായിട്ട് ലഭിച്ചതിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് ഈ അമ്മ ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഈ അമ്മയുടെ മരണം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ചില പാഠങ്ങൾ നൽകുന്നുണ്ടല്ലോ. ഓരോ മരണവും ഒത്തിരിയേറെ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന അനുഭവമാണ് എന്ന് നമുക്കറിയാം. മാമിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ നാള് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുവാനായിട്ടുള്ള സമയം കിട്ടി. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ദൈവത്തോട് ഹൃദയൈക്യം പ്രാപിച്ച് തന്നെയാണ് ഈ അമ്മ പോവുക. ആ സമയം ദൈവം അനുവദിച്ചു കൊടുത്തു. പക്ഷേ എല്ലാവർക്കും
അങ്ങനെയുള്ളൊരു സമയം ലഭിക്കണമെന്നില്ലല്ലോ. നമ്മുടെയൊക്കെ മരണം എപ്പോൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഓരോ മരണവും നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണർത്തേണ്ടത് തന്നെയാണ്. അങ്ങനെ സ്വർഗോന്മുഖമായി ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും സ്നേഹത്തോടും കരുതലോടും കൂടിയിട്ട് പരസ്പരം ചേർത്ത് പിടിക്കുവാൻ, സഹജീവികളോട് അനുകമ്പ പുലർത്തുവാനായിട്ട് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠങ്ങളും മൂല്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും ഈശോയ്ക്ക് പ്രീതികരമാക്കി തീർക്കുവാനായിട്ട് പരിശ്രമിക്കാം. അമ്മച്ചിയെ നമുക്ക് ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി യാത്രയാക്കാം. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിലെ തുറമുഖത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ.